മാവൂർ മീഡിയ സാരഥിയോടൊപ്പം എൻ്റെ കൂടെയുള്ളത് KP ചന്ദ്രനാണ്. പ്രേക്ഷകർക്ക് അത്രയും സുപരിചിതനായ KP ചന്ദ്രൻ പാർട്ടി രംഗത്തും അതേപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് പ്രവർത്തന പരിചയമുള്ള ആളാണ്. ആദ്യം എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ പാർട്ടിയിലുള്ള സ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? പാർട്ടിയിൽ CPIM-ന്റെ മാവൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഞാൻ. കർഷക തൊഴിലാളി യൂണിയന്റെ കുന്നമംഗലം ഏരിയ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ മത്സരിക്കുന്നത് 9ാം വാർഡിലാണ്. മത്സരിക്കുന്ന 9ാം വാർഡിൽ. 9ാം വാർഡിൽ അടുവാട് ഭാഗത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ തന്നെ ആയിരുന്നു നേരത്തെ മത്സരിച്ചതും വിജയിച്ചത്. 2 ടേമിൽ നിങ്ങൾ മാവൂർ പഞ്ചായത്തിലെ മെമ്പറായിട്ടുണ്ട്. KP ചന്ദ്രൻ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് CPIM-ന്റെ ചുറ്റിക അരിവാൾ നക്ഷത്രം ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. 2 ടേമിൽ അവിടെ വന്നൊരാളായതുകൊണ്ടും നേരത്തെ നിങ്ങളുടെ വാർഡിൽ ഉണ്ടായിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസന്ന ഈ ടേമിൽ ഉണ്ടായിരുന്നത് പ്രസന്ന ടീച്ചർ, ഈ വർഷം ഉണ്ടായിരുന്നത് പ്രസന്ന ടീച്ചറായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ പ്രദേശത്തുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയായിരിക്കും ആവശ്യം ഉണ്ടാവുക. എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളും ഇനി അവിടേക്ക് ആവശ്യമുള്ളത് എന്താണെന്നാണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? ഞങ്ങളെ പ്രദേശം എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരനും പാവപ്പെട്ടനും തിങ്ങി താമസിച്ചിരുന്ന പ്രദേശമായിരുന്നു. അവിടെ യാത്ര ചെയ്യാൻ റോഡ്, വൈദ്യുതി, താമസിക്കാനുള്ള വീട്, അതുമായി ബന്ധപ്പെട്ട ഒരു സൗകര്യങ്ങളും ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ജനകീയ ആസൂത്രണ പദ്ധതി വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ സർക്കാരിൻ്റെ 40% ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറിയതിന് ശേഷം വന്നിട്ടുള്ള മുന്നേറ്റം മാവൂർ ഗ്രാമപഞ്ചായത്തിലെ മറ്റേത് വാർഡിനിട്ട് പരിശോധിച്ചാലും ഏറ്റവും മെച്ചപ്പെട്ട ജീവിത സൗകര്യമുള്ള സാമൂഹ്യ പുരോഗതി നേടിയിട്ടുള്ള പ്രദേശമായി ഈ വാർഡ് 9ാം വാർഡ് മാറിയിട്ടുണ്ട്. അതിന് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായ എൻ്റെ പങ്കും അതുപോലെ തന്നെ അതിനുശേഷം വന്ന ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരുടെ ഇടപെടലിൻ്റെയൊക്കെ ഭാഗമായി അതോടൊപ്പം ഞങ്ങളെ സഹായിച്ചുകൊണ്ട് ഈ നിയോജക മണ്ഡലത്തിലെ നമ്മുടെ ബഹുമാന്യ MLA അഡ്വക്കേറ്റ് PKT റഹീം, അതുപോലെ ജില്ലാ പഞ്ചായത്ത്, ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ പ്രദേശത്തിൻ്റെ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള സാമൂഹ്യ പുരോഗതി കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. എന്തൊക്കെ നേട്ടങ്ങളാണ് എടുത്തു പറയാനുള്ളത്? നേട്ടങ്ങൾ പറഞ്ഞാൽ നേരത്തെ അവിടെ പാർപ്പിടം ഒരു പ്രധാന പ്രശ്നമായിരുന്നു. ആളുകൾക്ക് താമസിക്കാൻ ചെറിയ വീടുകളായിരുന്നു. പട്ടികജാതി വിഭാഗം വിഷയം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ട പ്രദേശമാണ്. പാർപ്പിട വിഷയം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ട പ്രദേശമാണ്. അതേപോലെ തന്നെ കുടിവെള്ളം വേനൽക്കാലമായാൽ വാഹനത്തിൽ വെള്ളം കൊടുത്തിരുന്ന കാലമായിരുന്നു ഞങ്ങളൊക്കെ നാട്ടിലുണ്ടായിരുന്നത്. കുടിവെള്ളം പൂർണ്ണമായും എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണ് 9ാം വാർഡ്. കോട്ടക്കുന്ന് ഇപ്പോൾ കോട്ടക്കുന്ന് പ്രദേശം എന്ന് പറയുന്നത് ഏറ്റവും പാവപ്പെട്ടവർ സാധാരണക്കാരൻ തിങ്ങി താമസിക്കുന്ന പ്രദേശം. ആ പ്രദേശത്തേക്ക് ബഹുമാനപ്പെട്ട MLA-യുടെ 66 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുടിവെള്ളം ഇപ്പോൾ എല്ലാവർക്കും പൂർണ്ണമായും എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത്. KP ചന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ തന്നെ ആ പ്രദേശത്തിന്റെ വളർച്ചയെക്കുറിച്ച്. ഇനി വോട്ടർമാരുടെ അടുത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റാറ്റസ് അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഏതൊക്കെ രീതിയിലുള്ള പുതിയ മാറ്റങ്ങളാണ്, പുതിയ വികസന പ്രവർത്തനങ്ങളാണ് നടത്താനുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഏറെക്കുറെ വികസനം നടന്നിട്ടുള്ള മറ്റു വാർഡുകളെ അപേക്ഷിച്ച് സാമൂഹിക പുരോഗതി ഉണ്ടായിട്ടുള്ള പ്രദേശമാണ്. എന്നാൽ ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഒന്ന്, നമ്മളെ ഇപ്പം 15 വർഷമായി മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ട് UDF ഭരണസമിതിയാണ്. ആ ഭരണസമിതിയുടെ ഭരണത്തിന് അകത്തു നിന്നുകൊണ്ട് ഒരു തരത്തിലുള്ള വികസനവും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണുള്ളത്. എൻ്റെ ആഗ്രഹം ആ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളെല്ലാം കോൺക്രീറ്റ് ചെയ്തോ ടാർ ചെയ്തോ ഗതാഗത യോഗ്യമാക്കി. നമുക്ക് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഉണ്ടാവാനുള്ള കാരണം പഞ്ചായത്തിന് ഫണ്ട് അനുവദിക്കാത്തതുകൊണ്ടാണ്. എന്നാൽ കുറേയധികം പ്രവർത്തനങ്ങൾ നടന്നത് ബഹുമാനപ്പെട്ട MLA-യുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട്. പറഞ്ഞു വരുന്നത് UDF ഭരിച്ചത് കൊണ്ട് വികസനം തടസ്സപ്പെട്ടു. ഉണ്ടായ വികസനങ്ങൾ കൂടുതലും വന്നിരിക്കുന്നത് MLA PKT റഹീമിന്റെ സഹായത്തോടെ, MLA ജില്ലാ പഞ്ചായത്തിന്റെയും MLA-യുടെയും ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഓക്കെ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മാവൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തിരിച്ചു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഗ്രാമപഞ്ചായത്തിന്റെ അതിനകത്തൊരു ജനപ്രതിയായി നിന്നുകൊണ്ട് കേരള സംസ്ഥാന ഗവൺമെന്റിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും മറ്റ് മേഖലകളുടെ ഫണ്ടും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനി പരിഹരിക്കപ്പെടേണ്ട കുറേ പ്രശ്നങ്ങൾ അവിടെയുണ്ട്.
മുഴുവൻ ആളുകൾക്കും വീട് കിട്ടി, ആവശ്യക്കാരായ മുഴുവൻ ആൾക്കും വീട് കിട്ടി എന്നുള്ളത് സത്യമാണ്. എല്ലാവർക്കും ഗതാഗത യോഗ്യമായ റോഡുകൾ ഉണ്ടെന്നുള്ളത് സത്യമാണ്. എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ അധ്വാനത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഫലമായി എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഇനിയും കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ചെറുപ്പക്കാരായ ആളുകൾക്ക് അവർക്കൊരു ഒരു ടൈം പാസിന് വേണ്ടി ഒരു പരിപാടി അവിടെ ഇല്ല. ജോലി മാത്രമല്ലല്ലോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവർക്ക് ഒരു കേന്ദ്രം അല്ലെങ്കിൽ കളിസ്ഥലം അത്തരം കാര്യങ്ങൾ. അതെ, ഞാൻ ഉദ്ദേശിക്കുന്നത് സാംസ്കാരിക നിലയം നമ്മൾ ഉണ്ടാക്കി MLA തന്നിട്ടുള്ള 7 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടുവാട് സെന്ററിൽ തന്നെ ഒരു സാംസ്കാരിക നിലയം നിർമ്മിച്ച് അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട PT റഹീം MLA നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ സാംസ്കാരിക നിലയത്തിനകത്ത് ഇനി സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാകണം. അതിന് നമ്മളെ പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം വരേണ്ടതുണ്ട്. കാരണം ഈ UDF അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി അവർ ചെയ്തത് മാവൂർ പഞ്ചായത്തിലെ 18 വാർഡുകളിൽ ഉണ്ടായിരുന്ന പത്രം വിതരണം ചെയ്തിരുന്ന അല്ലെങ്കിൽ പത്രം വായിച്ചിരുന്ന വായനശാലകളെല്ലാം അടച്ചുപൂട്ടുകയാണ് ചെയ്തത്. ഒരു വായനശാല പോലും തുറക്കാൻ വേണ്ടി, ഒരു സാംസ്കാരിക നിലയം ആരംഭിക്കാൻ വേണ്ടി ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ അടുത്ത ഒരു ഭരണസമിതിക്കകത്ത് ഈ നിർമ്മിക്കപ്പെട്ട കെട്ടിടത്തിനകത്ത് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട്, ടർഫ് ഉൾപ്പെടെ ഉള്ള എല്ലാ വിഭാഗം ആളുകൾക്കും, എല്ലാ പ്രദേശത്തു നിന്നും ആളുകൾക്ക്, കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക്, യുവതി യുവാക്കൾക്ക് എത്തിച്ചേരാൻ പറ്റാവുന്ന സൗകര്യത്തോടു കൂടിയുള്ള ഒരു സംവിധാനത്തെ പറ്റി നമ്മൾ ആലോചിക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ വിശാലമായ ഭൂമിയുണ്ട് നമ്മുടെ നാട്ടിൽ. 9-ാം വാർഡിനകത്തുണ്ട്, തൊട്ടടുത്ത പ്രദേശങ്ങളിലുണ്ട്. ആ പ്രദേശങ്ങളിലെ കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയിൽ കൂടുതൽ കൃഷി ചെയ്യാൻ ആവശ്യമായ ഒരു പദ്ധതി തയ്യാറാക്കണം എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ആ പദ്ധതിയുടെ രൂപരേഖ എങ്ങനെയാണ്? ആ പദ്ധതിയുടെ രൂപ ഇപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം പല സ്ഥലങ്ങളിലും ഒത്തിരി സ്ഥലങ്ങളിൽ കൃഷിയിടങ്ങൾ പാഴായി കിടക്കുന്നുണ്ടാവും. അത് ഭൂമി ധാരാളം ഉണ്ട്. അതെ, അത്തരം സ്ഥലങ്ങളിലേക്ക് എങ്ങനെയാണ് കൃഷി ഇറക്കുക? അതായത് സ്ഥലത്തിന്റെ ഉടമക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും നമുക്ക് അവിടെ കൃഷി ഇറക്കേണ്ടതുണ്ട്. അതിലേക്ക് എങ്ങനെയുള്ള ഇടപെടലാണ് നടത്താൻ? അല്ല, കാർഷിക ഭൂമിയുടെ ഉടമസ്ഥന്റെ സമ്മതത്തോടും സഹായത്തോടും കൂടിയേ നമുക്ക് കൃഷി ഇറക്കാൻ പറ്റുള്ളൂ. അവരെ ഭൂമി കയ്യേറി കൃഷി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെ സഹായത്തോടു കൂടി, സഹകരണത്തോടു കൂടി ആ തരിശായ ഭൂമി ഇന്ന് കേരള ഗവൺമെന്റ് കാർഷിക മേഖലയിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇടവിള കൃഷി ഉൾപ്പെടെ, നെൽകൃഷി, ഇടവിള കൃഷി ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കാൻ ഒട്ടേറെ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിച്ച് അതിന് കുടുംബശ്രീ, തൊഴിലുറപ്പ് സംവിധാനം ഉപയോഗപ്പെടുത്തി അവരെ ബോധവൽക്കരണം നടത്തി കാർഷിക മേഖലയിലേക്ക് അവർ കൊണ്ടുവരണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെ ഞാൻ ചോദിച്ചത്. കാരണം സാധാരണ സ്ഥല ഉടമകൾക്ക് കാർഷിക വൃത്തിയോട് താല്പര്യമില്ലെങ്കിൽ അത് തരിശായി കിടക്കും. അവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് അവിടെ കൃഷി ഇറക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു വീക്ഷണത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് കഴിയും. CPIM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്കും, നമ്മുടെ കേരള ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ആൾ എന്ന നിലക്കും ചോദിക്കുകയാണ്. UDF-ന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ഒരു ആരോപണം എന്നുള്ള നിലക്ക് ഒരു ആരോപണമാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സംവിധാനം എന്നുള്ളത് അധികാരത്തിന്റെ വികേന്ദ്രീകരണമായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും തിരിച്ച് കേന്ദ്രീകരണത്തിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ള ഒരു ആരോപണമുണ്ട്. എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആരോപണം പറയുന്നത് 100% തെറ്റാണ്. കാരണം ജനകീയ ആസൂത്രണ പദ്ധതി ആരംഭിച്ചത് കാലം തൊട്ട് ഗവൺമെന്റിന്റെ അധികാര പരിധിയിലുണ്ടായിരുന്ന 40% വരുന്ന സാമ്പത്തിക അധികാരങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈമാറിയിട്ടുണ്ട്. മാവൂർ ഗ്രാമപഞ്ചായത്തിനും ഈ ഗവൺമെന്റ് അനുവദിക്കുന്ന ജനസംഖ്യ ആനുപാതികമായി ഓരോ വർഷവും അനുവദിക്കുന്ന ഫണ്ട് ഈ ഗ്രാമപഞ്ചായത്ത് അത് വകമാറ്റി ജനങ്ങൾക്ക് കിട്ടേണ്ട ജനോപകാരപ്രദമായ പദ്ധതി നടപ്പാക്കേണ്ട ഫണ്ട് മുഴുവൻ വകമാറ്റി ചെലവഴിച്ചത് കൊണ്ടാണ് മാവൂർ പഞ്ചായത്ത് ഇന്ന് ഒരു ശ്മശാന മുഖമായി ഈ പഞ്ചായത്ത് നിലനിൽക്കുന്നത്. അതിന് കേരള സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റം പറ്റിയിട്ട് യാതൊരു കാര്യമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സാധാരണ ജനങ്ങൾക്ക് ഉള്ള ഒരു ഭരണ സംവിധാനത്തിന് ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ഗ്രാമസഭ. അതേപോലെ തന്നെ വാർഡ് തല ഓഫീസുകളോ വാർഡ് വികസന സമിതികളോ അയൽസഭകളോ ഒക്കെ തന്നെ നിർത്തലാക്കുന്ന ഒരു സംവിധാനം വന്നിട്ടുണ്ട്. ഇപ്പോൾ എവിടെയും നിർത്തലാക്കിയിട്ടില്ല. ഗ്രാമസഭകളൊക്കെ സജീവമായി പ്രവർത്തിക്കും. ഗ്രാമസഭകളിൽ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഗുണഭോക്താക്കളെ തീർച്ചപ്പെടുത്തുന്നതിന് ഗ്രാമസഭക്ക് പങ്കില്ലാതായിട്ടുണ്ട്. മാവൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ആ ചോദ്യം വളരെ ശരിയാണ്. ഗ്രാമസഭകളിൽ കൂടി ആളുകളെ, അപേക്ഷകരെ ക്ഷണിക്കുകയും അങ്ങനെ അപേക്ഷ ക്ഷണിച്ച് ഗ്രാമസഭ അംഗീകരിച്ചിട്ടുള്ള ആ ലിസ്റ്റ് മറികടന്ന്
അവർക്ക് ആവശ്യപ്പെട്ട പദ്ധതികൾ അനുവദിച്ചു കൊടുത്താലല്ലേ അവർക്ക് എന്തെങ്കിലും നടപ്പാക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഓക്കെ, ഇത്തരം ആരോപണങ്ങള് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിൽ നിന്ന് വരാറുണ്ട്. അല്ല, ഇവിടെ വന്നിട്ടില്ല. മാവൂർ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചിരുന്ന കാലത്ത് പഞ്ചായത്തിനെ ഒരു യൂണിറ്റ് ആക്കി കണ്ട്, പ്രതിപക്ഷം ഇല്ലെങ്കിൽ പോലും പഞ്ചായത്തിനകത്ത് പ്രതിപക്ഷമില്ല, എന്നാൽ പോലും എല്ലാ പഞ്ചായത്ത് മെമ്പർമാരെയും കൂട്ടിയോജിപ്പിച്ച ഒരു യൂണിറ്റായി പ്രവർത്തിച്ചിരുന്ന പഞ്ചായത്താണ് മാവൂർ പഞ്ചായത്ത്. ഞങ്ങൾ ഉണ്ടാക്കിയിരുന്ന കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റി ആൾ പൊളിച്ചു മാറ്റി 6 കോടി റുപ്യ ലോൺ എടുത്തു. ആ ലോണ് തിരിച്ചടയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പം സംസ്ഥാന ഗവൺമെന്റ് 18 വാർഡിനകത്ത് വികസനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട പണം വകമാറി ചെലവഴിച്ച് ആ പണം തിരിച്ചടയ്ക്കാനുള്ള ശ്രമത്തിലാണ് കുറെ വർഷങ്ങളായിട്ട് ഈ പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മാവൂർ പഞ്ചായത്തിൽ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുണ്ടായിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് 16 മുറി താഴെയും 16 മുറി മുകളിലും ഉണ്ടായിരുന്നു. 10,000 ഉറുപ്പിക പ്രതിമാസം വാടക കിട്ടുമായിരുന്ന ആ സ്ഥാപനം പൊളിച്ച് എറിഞ്ഞ് അവിടെ ഇപ്പോൾ വയോജനങ്ങൾക്ക് പാർക്ക് എന്ന രൂപത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കേരളത്തിൽ ഒരു പഞ്ചായത്തും ഒരു ജനപ്രതിനിധികളും മനസ്സിൽ പോലും ആലോചിക്കാൻ അവർക്ക് പറ്റില്ല ഇത്തരം ഒരു തീരുമാനം. ഇവരെ തലക്കകത്ത് വെളിവില്ല എന്നതിന്റെ തെളിവാണ് ഈ മാവൂർ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് 10, 70, 80, 100 താഴെ ബസ്സുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് വയോജനങ്ങൾക്ക് പാർക്ക്. അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഈ നാട്ടിലെ ജനങ്ങൾ കാണേണ്ടതാണ്. ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾ കാണേണ്ട പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 75 വയസ്സ് 80 വയസ്സ് പ്രായമുള്ള വയോജനങ്ങളെ ഈ ബസ് സ്റ്റാൻഡിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അവിടെ നിർമ്മിക്കുന്നത് എന്താണ്? ഓപ്പൺ പാർക്കാണ് പോലും. വെയിൽ വന്നാൽ വെയിൽ കൊള്ളുക, മഴ വന്നാൽ മഴ കൊള്ളുക. ആരാ കൊള്ളേണ്ടത്? വയോജനങ്ങൾ. ആ വയോജനങ്ങൾക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പ് ശബരിമലയിലെ 18-ാം പടി കയറണം. ഏത് സ്കൂളിൽ ചെന്നാലും ഏത് സർക്കാർ സ്ഥാപനത്തിൽ ചെന്നാലും ഒരു റാമ്പ് കാണാം. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇതേപോലുള്ള വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും യാത്ര ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നതാ. ഇവരുണ്ടാക്കുന്ന ഈ അഴിമതി കൂടാരത്തിനകത്ത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? ആർക്ക് വേണ്ടിയാണ് ഇവരുണ്ടാക്കുന്നത്? എന്തിനാണ് ഉണ്ടാക്കിയത്? അഴിമതി നടത്തുക എന്ന ലക്ഷ്യം മാത്രം ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാവൂരങ്ങാടിയിൽ ഇപ്പം നടക്കുന്നത്. അതിനെതിരായി ഈ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്തൊരു വികാരം ഉയരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സർക്കാരിന്റെ പൊതു ഫണ്ടാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ കാഴ്ചപ്പാട് കൂടി നോക്കുന്ന സമയത്ത് വരാനിരിക്കുന്ന നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കിക്കാണുന്നു? രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോട് വിജയിച്ച് മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിലേക്ക് വരും. നിയമസഭയിലേക്കുള്ള ഒരു സെമിഫൈനൽ യാതൊരു സംശയമില്ല. കേരളത്തിൽ ആകെ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, മാവൂർ പഞ്ചായത്തിൽ മാത്രമല്ല, കേരളത്തിൽ ആകെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൈലറ്റ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതിൽ സംശയമൊന്നും വേണ്ട. ആത്മവിശ്വാസം ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്. വൻ ഭൂരിപക്ഷം കഴിഞ്ഞ 2020 കിട്ടിയതിനേക്കാൾ പഞ്ചായത്തുകളുടെ എണ്ണം, സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയക്കൊടി പാറിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എല്ലാവിധ വിജയാശംസകളും നേരെയാണ്. ഓക്കെ. Kadodi Gold and Diamonds, Mavur, Puvattuparambு. Invest your sleep on right mattress. Forwish mattress for healthy sleep.